ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലോയ്സ്. ഇന്നത്തെ ഈ കഥയുടെ തുടക്കം ഒരു പോലീസ് ഓഫീസർ പ്രതിയെ പിടിക്കാനായി ഓടുന്നതിനിടെ കാൽ വഴുതി വീഴുന്നതായി കാണിച്ചുകൊണ്ടാണ്. അതൊരു പയ്യൻ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും വീഡിയോ വൈറലാവുകയും ചെയ്തു. ഇതറിഞ്ഞ ആ പോലീസുകാരന് ആകെ നാണക്കേടായി തുടങ്ങി. എവിടെ പോയാലും വൈറലായ സാറിൻ്റെ കൂടെ സെൽഫി എടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ജനങ്ങൾ. അവിടെ സീൻ കട്ടായി. ശേഷം കാണിക്കുന്നത് ഷിൻഡോ എന്നൊരു ചെറുപ്പക്കാരനെയാണ്. അവൻ കൊച്ചിയിലെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവൻ്റെ നാട്ടിലെ വളരെ എഡ്യൂക്കേറ്റഡ് ആയ വളരെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷിൻഡോ. എല്ലാവർക്കും അവനെപ്പറ്റി വളരെ നല്ലൊരു അഭിപ്രായമായിരുന്നു. ഷിൻഡോയ്ക്ക് ഒരു അനിയൻ കൂടിയുണ്ട്, ബിൻഡോ. ഷിൻഡോയുടെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് ബിൻഡോയ്ക്ക്. ആളൊരു പ്രത്യേക തരക്കാരനാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരോടും ദേഷ്യപ്പെടും. ബിഫാം കഴിഞ്ഞ് ഇപ്പോൾ വെറുതെ ഇരിപ്പാണ്. ഷിൻഡോയുടെ ഈ സൽ സ്വഭാവം കാരണം എല്ലാവരും അവനെ കണ്ട് പഠിക്കുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ബിൻഡോയ്ക്ക് ഷിൻഡോയുടെ ദേഷ്യവുമാണ്. അവർ തമ്മിൽ വഴക്ക് കൂടുമെങ്കിലും നല്ല കൂട്ടുമാണ്. ഷിൻഡോ ഇപ്പോൾ ന്യൂ ഇയറിന്റെ ലീവിനായി നാട്ടിലേക്ക് വന്നതായിരുന്നു. അവൻ അനിയനായ ബിൻഡോയ്ക്ക് കുറച്ച് പണവും കൊടുത്ത് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായി കൂർഗിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ബിൻഡോ അവന്റെ സുഹൃത്തുക്കളെയും കൂട്ടി കൂർഗിലെത്തി. അവിടെ നടക്കുന്ന ന്യൂ ഇയർ സെലിബ്രേഷൻ പാർട്ടിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ നിന്ന് ഒരു വെടിവെച്ച് കേൾക്കുന്നത്. അത് സ്ഥലത്തെ പ്രധാന ഗുണ്ടയായ ആശിഷ് ബൊപ്പന്ന എന്നൊരാൾ ആകാശത്തേക്ക് വെടിവെച്ച ശബ്ദമായിരുന്നു. അയാൾ ആ പാർട്ടിയിൽ പങ്കെടുത്തിരുന്ന കുറച്ചുപേരെ അടിച്ചിടുന്നുണ്ട്. ബിൻഡോ ആണെങ്കിൽ അവിടെ നടക്കുന്ന ഇടി മുഴുവൻ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയാണ്. ആ സമയത്താണ് ആ ഗുണ്ടകളുടെ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ കൈതട്ടി ബിൻഡോയുടെ ഫോൺ താഴെ വീഴുന്നത്. ബിൻഡോ ആണെങ്കിൽ ദേഷ്യം വന്ന് അവന്റെ കാരണം നോക്കി ഒരു അടി കൊടുക്കുകയും അടി കൊണ്ട് ആ പയ്യനാണെങ്കിൽ അവന്റെ ഗ്യാങ്ങിനെ വിളിക്കാനായി ഓടിപ്പോവുകയും ചെയ്തു. ഇതേ നേരം ഈ കാഴ്ച കണ്ടു നിന്ന ബിൻഡോയുടെ കൂട്ടുകാരൻ, എടാ അവരൊക്കെ വലിയ ഗുണ്ടകളാണ്, നീ വന്നേ എന്ന് പറഞ്ഞ് അവനെയും കൂട്ടി അവിടെ നിന്നും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോയി. എന്നാൽ ബിൻഡോയ്ക്കാണെങ്കിൽ ഒരു പേടിയും ഇല്ലായിരുന്നു. അവനാണെങ്കിൽ റൂമിലേക്ക് എത്തിയ ഉടനെ അവിടെ നടന്ന ഇടി മുഴുവൻ എഡിറ്റ് ചെയ്ത് അവന്റെ കീലേരി അച്ചു എന്ന ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായി നോക്കുന്ന സമയത്താണ് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് അവന്റെ ചേട്ടനായ ഷിൻഡോയുടെ സുഹൃത്തായ ഷബീറിന്റെ കോളായിരുന്നു. ഇന്നലെ രാത്രി മുതൽ നിന്റെ ചേട്ടനെ കാണാനില്ല, ഒന്ന് ഇവിടെ വരെ വരാവോ എന്നായിരുന്നു ഷബീർ ചോദിച്ചിരുന്നത്. അത് കേൾക്കേണ്ട താമസം ബിൻഡോ ഉടനെ തന്നെ അവന്റെ ഫ്ലാറ്റിലേക്ക് പോവുകയും നടന്ന സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തു. തലേ ദിവസം രാത്രി കുടിച്ച് ഫിറ്റായ ഷിൻഡോ അവന്റെ എക്സ് ഗേൾഫ്രണ്ടായ ഐഷുവിന്റെ കല്യാണമാണെന്ന് പറഞ്ഞ് കുറെ കരഞ്ഞിരുന്നു. ആ നേരം ഷബീർ അവനെ സമാധാനിപ്പിച്ചതിന് ശേഷം ഒന്ന് വാഷ്റൂമിലേക്ക് പോയ സമയത്ത് ഇനി എന്നെ ആരും കാണാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഷിൻഡോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവനെ കുറെ അന്വേഷിച്ചെങ്കിലും എവിടെയും കണ്ടെത്താനായില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ബിൻഡോ ആണെങ്കിൽ ഷബീറിനെയും കൂട്ടി അവന്റെ എക്സ് ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ ഐഷുവിനെ കാണാനായി പോവുകയാണ്. ഐഷു ഒരു ഡെന്റിസ്റ്റായാണ് വർക്ക് ചെയ്യുന്നത്. ബിൻഡോ ഷിൻഡോയെ പറ്റി ചോദിച്ച ഉടനെ തന്നെ ഐഷു ആകെ ദേഷ്യം വന്ന് അവരോട് അവിടെ നിന്ന് ഇറങ്ങി പോവാനായി ആവശ്യപ്പെട്ടു. എന്നാൽ ദേഷ്യം വന്ന് ബിൻഡോ അവളെ ചീത്ത വിളിക്കാനായി തുടങ്ങി. എന്നാൽ ഐഷുവും ഒട്ടും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവളും അവനെ നല്ലപോലെ ചീത്ത പറയുകയും ഷബീർ അവനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇനി വേറെ നിവർത്തിയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടി പോലീസിലേക്ക് പരാതി കൊടുക്കാനായി പോയി. ആ സമയത്താണ് ബിൻഡോയുടെ അമ്മയുടെ ഫോൺ കോൾ അവൻ്റെ ഫോണിലേക്ക് വരുന്നത്. എന്നാൽ ഷിൻഡോ മിസ്സായ കാര്യമൊന്നും അവൻ അമ്മയെ അറിയിച്ചിരുന്നില്ല. ആ സമയത്ത് ഷബീർ നിന്നെ SI വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും SIയെ കണ്ട് ബിൻഡോ ആകെ ഒന്ന് ഞെട്ടുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ ബിൻഡോ ഒരു പോലീസുകാരൻ്റെ വീഡിയോ എടുത്ത് വൈറലാക്കിയിരുന്നില്ലേ, ആ പോലീസുകാരനായിരുന്നു അത്. ആ പോലീസുകാരനും ബിൻഡോയെ കണ്ട് തിരിച്ചറിയുകയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഷബീറിനെ മാത്രം പുറത്തു നിർത്തി ബിൻഡോയെ ഉള്ളിലേക്ക് കയറി കഥ കടച്ചതിന് ശേഷം അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച്, മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും മെഡൽ വാങ്ങിയ പോലീസുകാരനായിരുന്നു ഞാൻ. നീ ഒറ്റൊരാൾ കാരണം ഞാനിപ്പോൾ കേരള പോലീസിലെ കോമഡി പീസാണെന്നും നീ കാരണം എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എല്ലാവരും ആകെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന് നിന്നോട് ഞാൻ പകവീട്ടുമെന്ന് പറയുകയാണ്. നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്നുകിൽ നിന്റെ ചേട്ടനെ നീയായിട്ട് തന്നെ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് പറയാതെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പോലീസുകാരനെയാണ് കാണിക്കുന്നത്. ഇതേ നേരം ഷബീർ ആണെങ്കിൽ ആ ഫോണിൽ ആ പോലീസുകാരൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ SI ആണെങ്കിൽ ഒന്നും പറയാതെ നീ കണ്ടോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും പുറത്തേക്ക് വന്ന ബിൻഡോയോട് ഷബീർ എന്ത് നല്ല പോലീസുകാരനാണല്ലേ അയാൾ എന്ന് പറയുകയാണ്. ഏത് നാറിയാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ഷബീർ പറഞ്ഞതും ബിൻഡോ ആകെ ഒരു കള്ള ലക്ഷണത്തോടെ ഞാനാണ് അത് ചെയ്തത് എന്ന് പറയുകയാണ്. അത് കേട്ടതും ഷബീറിന്റെ ആകെയുണ്ടായ പ്രതീക്ഷയും കൂടി മങ്ങി. അങ്ങനെ രണ്ടുപേരും വളരെ നിരാശയോടെ തിരിച്ചു റൂമിലേക്ക് പോവുകയും ബിൻഡോ ആണെങ്കിൽ അവന്റെ ചേട്ടനെ കാണാത്ത സങ്കടത്തിൽ ആകെ ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ ബിഹേവ് ചെയ്യുകയായിരുന്നു. ഇതെല്ലാം കണ്ട് ഷബീറിനും ആകെ സങ്കടമായി തുടങ്ങി.
അങ്ങനെ ബിൻഡോ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സഹായത്തോടെ ഒരു എത്തിക്കൽ ഹാക്കറെ കൊണ്ടുവരികയാണ്. ഹരിഹരസുധൻ എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ ഷിൻഡോയുടെ ഫോൺ ട്രാക്ക് ചെയ്യുകയും ആ ഫോണിലുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ഷബീർ അവൻ്റെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് തന്നെ ബിൻഡോയും ഹരിഹരസുധനും കൂടി ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോവുകയാണ്. എന്നാൽ അവർ ആ ട്രാക്ക് ചെയ്ത ലൊക്കേഷനിൽ എത്തിയത് ഷബീറിൻ്റെ ഫ്ലാറ്റിലേക്കായിരുന്നു. അവിടെ നിന്നും അവർക്ക് ഷിൻഡോയുടെ ഫോണും കിട്ടി. അതേ നേരത്താണ് ഐഷുവും അങ്ങോട്ടേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ടു നിന്ന ബിൻഡോ ഷബീറും ഐഷുവും തമ്മിൽ പ്രണയത്തിലായതുകൊണ്ട് മനഃപൂർവ്വം ഷിൻഡോയെ എന്തോ ചെയ്തു എന്ന് കരുതി ഷബീറിനെ ആകെ വലിച്ചിട്ട് അടിക്കാനായി തുടങ്ങി. എന്നാൽ ഷബീർ ഒരു വിധത്തിൽ അവനെ പിടിച്ചു മാറ്റി സത്യം പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുകയാണ്. ബിൻഡോ കരുതിയ പോലെ ഷിൻഡോ അവൻ്റെ ഫ്ലാറ്റിൽ നിന്നായിരുന്നില്ല കുടിച്ചിരുന്നതും സങ്കടങ്ങളൊക്കെ പറഞ്ഞിരുന്നതും. അവൻ നേരെ വന്നത് ഷബീറിൻ്റെ ഫ്ലാറ്റിലേക്കായിരുന്നു. അവിടെ നിന്നാണ് കുടിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ അവൻ പറഞ്ഞിരുന്നത്. കുടിച്ച് ഫിറ്റായ ഷിൻഡോ, ഇന്നാടാ ഞാൻ അവളുടെ റിയൽ ഫേസ് കാണുന്നത്, എന്നെ ചതിച്ചിട്ട് അവൾ അങ്ങനെ സുഖമായി ജീവിക്കേണ്ട എന്ന് പറഞ്ഞതും അത് കേട്ട് ഷബീർ ആണെങ്കിൽ, അപ്പോൾ നീ എന്നെ ചതിച്ചതോ? നീ എൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ട് 8 മാസമായി. ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ലോണ് പോലും ഇതുവരെ അടച്ചു തീർത്തിട്ടില്ല. എൻ്റെ അമ്മ ഇപ്പോഴും തൊഴിലുറപ്പിന് പോവുകയാണ് എന്ന് വളരെ സങ്കടത്തോടെ പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ഷിൻഡോയ്ക്കാണെങ്കിൽ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവൻ വളരെ പുച്ഛത്തോടെ സംസാരിക്കുകയാണ്. കൂടാതെ നിന്റെ അമ്മയുടെ മറ്റേ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞതും അത് കേട്ട് ദേഷ്യം വന്ന ഷബീർ ആണെങ്കിൽ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് നിന്ന് ബിൻഡോ ആണെങ്കിൽ ഷബീറിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഹരിഹരസുധനാണെങ്കിൽ അവൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ സത്യം പറയുന്നതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ബിൻഡോയെ തൽക്കാലത്തേക്കൊന്ന് അടക്കി നിർത്തുകയും ചെയ്തു. ആ സമയത്താണ് ഐശ്വര്യ ഒരു കാര്യം പറയുന്നത്. അവളും ഷിൻഡോയും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് 4 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ഷിൻഡോ ആണ് അവളെ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയത്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന അല്ലെ ഷിൻഡോ പറഞ്ഞ ഐശ്വര്യ ഞാനല്ല എന്ന് അവൾ ഉറപ്പിച്ചു പറയുകയാണ്. ഇതെല്ലാം കേട്ട ഹരിഹരസുധനാണെങ്കിൽ ആകെ കിളി പോയിരിക്കുകയായിരുന്നു. കാരണം അവൻ്റെ ചേട്ടനെ കിട്ടിയാൽ ഈ ചെയ്യുന്ന പണിയുടെയൊക്കെ പണം ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാമെന്നായിരുന്നു ബിൻഡോ പറഞ്ഞിരുന്നത്. ഇവൻ്റെ ചേട്ടൻ ഇത്രയും ഉടായിപ്പാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി ആ പണം കിട്ടുമെന്ന് തോന്നുന്നില്ലായിരുന്നു. എന്നാലും ഹരിഹരസുധൻ വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷബീറിന്റെ വീട്ടിൽ നിന്നും ഷിൻഡോയുടെ ഫോൺ എടുത്തതിന് ശേഷം അത് ചെക്ക് ചെയ്യുമ്പോഴാണ് കൊറിയർ ബാബു എന്ന് പേരുള്ള ഒരാളുടെ 23 മിസ് കോൾ ആ ഫോണിലേക്ക് വന്നതായി കാണുന്നത്. എന്നാൽ ഷബീറിനും ബിൻഡോയ്ക്കും അങ്ങനെ ഒരാളെ അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് കേട്ട ഐഷു ആണെങ്കിൽ എനിക്ക് അയാളെ അറിയാമെന്നും അയാളുടെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവാമെന്നും പറയുകയാണ്. ഷിൻഡോയെ കണ്ടുപിടിച്ച് ആ നാറിയുടെ മുഖത്തിട്ട് എനിക്ക് 2 അടി കൊടുക്കണമെന്ന് കൂടി അവൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐഷു അവരെല്ലാവരും കൂട്ടി അവളുടെ കാറിൽ അയാളുടെ അടുത്തേക്ക് പോവുകയാണ്. ഷിൻഡോയെ ഐഷു 2-3 തവണ കൊറിയർ ബാബുവിന്റെ ഗോഡൌണിൽ ഡ്രോപ്പ് ചെയ്തിരുന്നു. അങ്ങനെയാണ് അവൾക്ക് അയാളെ പരിചയം. അങ്ങനെ അവർ അയാളുടെ അടുത്തേക്ക് എത്തി. ഐഷു അയാളോട് ഷിൻഡോയെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഗുണ്ടയായ കൊറിയർ ബാബു ആണെങ്കിൽ നിങ്ങൾ ഇനി അവനെ അന്വേഷിക്കേണ്ട എന്നും അവൻ ചത്തു, ഞാനാണ് അവനെ കൊന്നതെന്നും പറയുകയാണ്. ഇത് കേട്ട് കലിപ്പ് വന്ന ബിൻഡോ ആണെങ്കിൽ കൊറിയർ ബാബുവിനെ അടിക്കാനായി ഓടി അയാളുടെ അടുത്തേക്ക് ചെന്നതും കൊറിയർ ബാബുവിന്റെ ഒറ്റയിടിയിൽ ബിൻഡോ പറന്നു പോവുകയും ചെയ്തു. ശേഷം അയാൾ ഒരു തോക്കെടുത്ത് ചൂണ്ടി, ഷിൻഡോ ഇതുവരെ മരിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അവനെ കൊല്ലും, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ എനിക്ക് തരണമെന്നും പറയുകയാണ്. എന്നാൽ അവരുടെ കയ്യിലാണെങ്കിൽ കൊടുക്കാൻ പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഐഷു അവരോട് പോലീസിന്റെ സഹായത്തിനായി പോവാനായി പറയുകയാണ്. അങ്ങനെ ബിൻഡോ തനിച്ചായിരുന്നു ആ SI ആയ ടോണിയുടെ വീട്ടിലേക്ക് പോകുന്നത്. കാരണം അവന്റെ ചേട്ടനെ കണ്ടുപിടിക്കാൻ അന്ന് സഹായത്തിനായി പോയ സമയത്ത് അയാൾ 2 കണ്ടീഷൻസ് പറഞ്ഞിരുന്നല്ലോ. ഒന്നാമത്തെ കണ്ടീഷൻ ബിൻഡോയോട് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിനിപ്പോൾ സാധിക്കില്ലെന്ന് മനസ്സിലായ ബിൻഡോ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയായിരുന്നു അയാളുടെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് എത്തിയ ബിൻഡോയെ അയാൾ ഉള്ളിലേക്ക് വിളിച്ചതിന് ശേഷം ഒരു പട്ടിയുടെ ബെൽറ്റ് അവന്റെ കഴുത്തിലേക്ക് ഇടുകയും ഒരു പട്ടി ഭക്ഷണം കഴിക്കുന്നത് പോലെ കഴിക്കാനും പട്ടി നടക്കുന്നത് പോലെ നടക്കാനും കൂടാതെ പട്ടി യൂറിൻ പാസ് ചെയ്യുന്നത് പോലെ അഭിനയിക്കാനൊക്കെ പറഞ്ഞ് ആ രംഗങ്ങളൊക്കെ അയാൾ ഫോണിലേക്ക് ഷൂട്ട് ചെയ്തിരുന്നു. അത് അയാളുടെ മക്കളെ കാണിച്ച് അവരുടെ മുന്നിൽ ആളാവാനായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ അയാൾക്ക് അവനോടുള്ള പകയും മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പോലീസുകാരൻ കൊറിയർ ബാബുവിനെ വിളിപ്പിച്ച് ഷിൻഡോയെ പറ്റി ചോദിക്കുകയാണ്. ആ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഷബീർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനെന്നും പറഞ്ഞ് കുറച്ച് പണം അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതിന്റെ ഇരട്ടി തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പണം ഇരട്ടിയായി കിട്ടുമെന്നും പറഞ്ഞ് അവൻ 15 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടുപോയിരുന്നു. എന്നാൽ അതിനുശേഷം ഷിൻഡോയുടെ ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് കൊറിയർ ബാബു അവനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവൻ എത്ര ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഷബീറിന്റെ വീട്ടിൽ നിന്ന് രാത്രി ദേഷ്യം വന്ന ഷിൻഡോ പുറത്തേക്ക് ഇറങ്ങി റോഡിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ്
കൊറിയർ ബാബു ഒരു വണ്ടിയുമായി വരികയും അവർ ഷിൻഡോയെ കാണുകയും ഷിൻഡോയെ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. വണ്ടിയിൽ വെച്ച് അവനോട് പണത്തിനായി ആവശ്യപ്പെടുകയും എന്നാൽ അവനാണെങ്കിൽ നല്ല ഫിറ്റ് ആയതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് പറയുകയും കൊറിയർ ബാബു ആണെങ്കിൽ തോക്കു ചൂണ്ടി നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു. എന്നാൽ ഓൾറെഡി ചാവാൻ പോകുന്നവന് എന്തിനാണ് പേടി, തോക്കുകൊണ്ട് മരിച്ചാൽ ഒരു ഗമയുണ്ട്, നിങ്ങൾ എന്നെ കൊല്ലു എന്ന് പറഞ്ഞതും കൊറിയർ ബാബു ആണെങ്കിൽ ഇനി അവനെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അടുത്ത വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തിരുന്നു. അയാൾ പറയുന്നത് സത്യമാണോ എന്ന് ചെക്ക് ചെയ്യാനായി പോലീസുകാരും ബിൻഡോയും ടീമും കൂടി അവിടെയുള്ള CCTV പരിശോധിച്ച സമയത്ത് കൊറിയർ ബാബു ഷിൻഡോയെ ഒരു റോഡിന് നടുവിൽ ഇറക്കി വിട്ടതായി കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ സത്യം പറഞ്ഞതാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അയാൾ ഇറക്കി വിട്ടതിന് തൊട്ടപ്പുറത്ത് 1.5 കിലോമീറ്റർ അടുത്തായി വേറൊരു CCTV കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ചെക്ക് ചെയ്തപ്പോൾ ഷിൻഡോ അതിലൂടെ പാസ് ചെയ്തതായി കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷിൻഡോ ചിലപ്പോൾ വേറൊരു വണ്ടിയിൽ കയറി പോയിട്ടുണ്ടാവാം, അല്ലെ അതിനടുത്തായി ഒരു കായലുണ്ടായിരുന്നു, അതിൽ ചിലപ്പോൾ വീണ് കിടക്കുന്നുണ്ടാവാം എന്നവർ സംശയിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടി കുറെ അന്വേഷിച്ച സമയത്താണ് ഒരു ലോറി ഡ്രൈവറെ കാണുന്നതും അയാൾ ഷിൻഡോയെ കണ്ടിട്ടുണ്ടെന്നും കൂർഗിലേക്ക് പോകുന്നതിനായി ഞാൻ തലശ്ശേരിയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഇറക്കി വിട്ടു എന്നും പറയുന്നത്. അത് കേട്ട പോലീസുകാരനാണെങ്കിൽ ബിൻഡോയോട് നീ എവിടുന്നാ വന്നത് എന്ന് ചോദിക്കുകയാണ്. ബിൻഡോ വന്നതും കൂർഗിൽ നിന്നായിരുന്നു, അവന്റെ ചേട്ടൻ പോയതും കൂർഗിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോലീസുകാരനാണെങ്കിൽ ബിൻഡോയോടും അവന്റെ ടീമിനോടും കൂർഗിലേക്ക് പോവാനായി പറയുകയാണ്. കാരണം ഇനി കർണാടക പോലീസിനൊക്കെ കേസ് കൈമാറി അന്വേഷിക്കുമ്പോഴേക്കും കുറെ സമയമെടുക്കും. നിങ്ങളുടെ സഹായത്തിനായി കൊറിയർ ബാബുവിനെ ഞാൻ കൂടെ പറഞ്ഞു വിടാമെന്ന് പറയുകയാണ്. കൊറിയർ ബാബു ആദ്യമൊന്നും അടിച്ചു നിന്നെങ്കിലും പിന്നീട് ആ പോലീസുകാരന്റെ വിരട്ടലിൽ അയാൾ ഭയന്നു പോവുകയും അയാളും അവരുടെ കൂടെ പോവുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും കൂർഗിലേക്ക് യാത്ര തിരിക്കുകയാണ്. പോകുന്നതിനിടയിൽ ഹരിഹരസുധൻ ബിൻഡോയോട് എന്താ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. ഷിൻഡോയ്ക്ക് കൂർഗിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഷിൻഡോ MBA പഠിച്ചത് ബാംഗ്ലൂരിലുള്ള ക്രിസ്തഗിരി കോളേജിലാണ്. 2011-13 ബാച്ചാണെന്ന് അറിഞ്ഞ ഹരിഹരസുധൻ അവരുടെ ബാച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു നോക്കിയപ്പോൾ കൂർഗിലുള്ള ഐശ്വര്യ ബൊപ്പന്ന എന്നൊരാൾ മാത്രമേ ഷിൻഡോയുടെ കൂടെ പഠിച്ചിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്, ഷിൻഡോ പറഞ്ഞ ആ തേച്ച കാമുകി ഈ ഐശ്വര്യ ബൊപ്പനയാണെന്ന്. കൂടാതെ അവളുടെ കല്യാണമാണ് ഈ വരുന്ന 2-ാം തീയതി എന്നും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവർ ആ കാര്യം അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഷിൻഡോ അവിടെ ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് അവർ ഐശ്വര്യ ബൊപ്പനയുടെ വീട് കണ്ടുപിടിക്കുകയും അവിടേക്ക് പോവുകയും ചെയ്തു. നമ്മുടെ ഐഷുവിനെ അവളുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഇവർ ഉള്ളിലേക്ക് കയറ്റിവിടുകയും ഇവർ പുറത്ത് വെയിറ്റ് ചെയ്യുകയും ചെയ്തു. ഐശ്വര്യാണെങ്കിൽ അവരെ കണ്ട ഉടനെ അവളോട് കാര്യങ്ങൾ ചോദിക്കുകയും ഞാനും ഷിൻഡോയും ബാംഗ്ലൂരിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു എന്നും അവിടെ വെച്ച് ഒരു ചെറിയ ബിസിനസ് തുടങ്ങി, പക്ഷെ അത് പൊട്ടിപ്പോയ സമയത്ത് അവൻ തിരിച്ച് നാട്ടിലേക്ക് പോയി, ഞാനാണെങ്കിൽ വീട്ടിലെ നാണക്കേട് ഭയന്ന് ന്യൂയോർക്കിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇടയ്ക്ക് വെച്ച് ഷിൻഡോ വീണ്ടും എന്നെ കോണ്ടാക്ട് ചെയ്യുകയും എന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യാനായി തുടങ്ങിയ സമയത്ത് എൻ്റെ അനിയനായ ആശിഷ് ബൊപ്പനെയാണ് അവനെ എങ്ങോട്ടേക്കോ പിടിച്ചുകൊണ്ടുപോയത്. അവൻ വലിയ പ്രശ്നക്കാരനാണ് എന്നുകൂടി ഐശ്വര്യ ബൊപ്പനെ കൂട്ടിച്ചേർത്തു. ഇതേ നേരം അവളുടെ അച്ഛനാണെങ്കിൽ ബിൻഡോയും ഗാങ്ങിനെയും ഐഷുവിന്റെ സുഹൃത്താണെന്ന് കരുതിയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണമൊക്കെ കൊടുത്തു. അവിടെ വെച്ചാണ് അവർ ആശിഷ് ബൊപ്പനയെ കാണുന്നത്. ബിൻഡോയ്ക്ക് ആശിഷിനെ കണ്ടപ്പോൾ തന്നെ അയാളെ മനസ്സിലായി. അവനന്ന് കൂർഗിൽ വന്ന സമയത്ത് ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ പാർട്ടിയിൽ വെച്ച് കുറെ പേരെ തല്ലിയിരുന്നില്ലേ, അയാളായിരുന്നു ആ ആശിഷ്. അവനാണെങ്കിൽ ആ വീഡിയോ എടുത്ത് ബാക്കിയുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആ വീഡിയോ വ്യക്തമായി നോക്കിയപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ആശിഷ് അന്ന് തല്ലുന്നത് അവന്റെ ചേട്ടനായ ഷിൻഡോയെ തന്നെയായിരുന്നു. എന്നാൽ വീഡിയോ എടുക്കേണ്ട വെപ്രാളത്തിൽ ബിൻഡോ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇത് കണ്ട ഹരിഹരസുധനാണെങ്കിൽ സ്വന്തം ചേട്ടനെ തല്ലുന്ന വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് പുള്ളിയെ തപ്പി ലോകം മൊത്തം നടക്കുന്നു എന്ന് പറഞ്ഞതും ബിൻഡോയ്ക്ക് ആകെ സങ്കടം വന്ന് കരയാനായി തുടങ്ങി. ഷബീർ അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതേ നേരം ആശിഷിനാണെങ്കിൽ ഐഷുവിനെ കണ്ട് ഒരു ക്രഷ് തോന്നുന്നുണ്ടായിരുന്നു. അവളെ വളക്കാനായി ശ്രമിക്കാനും തുടങ്ങി. അവളെ പരിചയപ്പെടാൻ എന്ന രീതിയിൽ അവളുടെ കയ്യിലേക്ക് പിടിക്കാനായി നോക്കിയപ്പോൾ ഷബീർ ആണെങ്കിൽ ആ കൈ പിടിച്ചു മാറ്റുകയും അവൻ കാണിക്കുന്ന ഓവർ കോഴിത്തരം കണ്ട് ഷബീർ ആകെ അസ്വസ്ഥനാവുന്നുണ്ടായിരുന്നു. ശേഷം ഐശ്വര്യ ബൊപ്പനയുടെ ഫാദറിന്റെ നിർദ്ദേശപ്രകാരം ആശിഷ് അവരെയും കൂട്ടി അടുത്തുള്ള റിസോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അവർക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആശിഷ് അവന്റെ ഫോണിൽ CCTV വിഷ്വൽസ് നോക്കുമ്പോൾ ബിൻഡോ അതിൽ ഷിൻഡോയെ കാണുകയും ഉടനെ തന്നെ അവന്റെ ഗ്യാങ്ങിന്റെ അടുത്ത് വന്ന് ആ കാര്യം പറയുകയും ചെയ്തു. ഫോൺ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തന്നു ഒരു 20 മിനിറ്റ് എൻ്റെ കയ്യിൽ തന്ന ആ ഫോണിന്റെ കൺട്രോൾ മുഴുവൻ ഞാൻ എൻ്റെ കയ്യിലാക്കി മാറ്റുമെന്ന് ഹരിഹരസുധൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആശിഷിനെ എങ്ങനെയെങ്കിലും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ആ ഫോൺ ഒന്ന് എടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അവരെല്ലാവരും. അങ്ങനെ അവസാനം ഒരു പ്ലാന് കിട്ടുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കാനും തുടങ്ങി. അതിനവർ ആദ്യം ആശിഷിന്റെ പുറത്ത് നിർത്തിയിട്ടിരുന്ന വണ്ടിയുടെ മുകളിലേക്ക് ഒരു മരക്കോം പൊടിച്ചിടുകയും
അതറിഞ്ഞ് ദേഷ്യം വന്ന ആശിഷ് ആണെങ്കിൽ പുറത്തേക്ക് വന്ന് സെക്യൂരിറ്റിയെ ശ്രദ്ധിക്കാത്തതിനാൽ നല്ലപോലെ ഉപദ്രവിക്കാനായും തുടങ്ങി. ഇതേ നേരം ഷബീറും ഹരിഹരസുധനും ആശിഷിന്റെ റൂമിലേക്ക് കയറുകയും ഫോണൊക്കെ നോക്കിയെങ്കിലും എവിടെയും ഫോൺ കാണുന്നുണ്ടായിരുന്നില്ല. പകരം അവിടെ ഉണ്ടായിരുന്ന ഒരു കേക്കും എടുത്താണ് ഹരിഹരസുധൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. ഇതേ നേരം സെക്യൂരിറ്റി അടിച്ചുകൊണ്ടിരിക്കുന്ന ആശിഷ് ആണെങ്കിൽ ഐഷുവിനെ കണ്ടതും അടി നിർത്തി അയാളെ ആശ്വസിപ്പിക്കുന്നത് പോലെയാക്കി അവളെ റൊമാൻറ്റിക്കായി ഒന്ന് നോക്കി അവിടെ നിന്നും പോവുകയാണ്. ആ കാഴ്ച കണ്ടതുകൊണ്ട് തന്നെ ബിൻഡോയ്ക്ക് ടീമിനും ആശിഷിന് ഐഷുവിനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അടുത്ത പ്ലാനിങ് ഐഷുവിനെ വെച്ച് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ ഇതേ നേരം ഷബീർ ആണെങ്കിൽ ആശിഷിന്റെ റൂമിൽ നിന്ന് ഹരിഹരസുധൻ എടുത്ത ബ്രൗണി കഴിച്ച് ഷബീറിന്റെ സ്വഭാവത്തിൽ ഓരോരോ മാറ്റങ്ങൾ പ്രകടമാവാനായി തുടങ്ങി. കാരണം അതൊരു സാധാരണ ബ്രൗണി ആയിരുന്നില്ല, കഞ്ചാവ് ബ്രൗണി ആയിരുന്നു. അതിൻ്റെതായ ഇളക്കം മൊത്തം ഷബീറിനുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും നല്ല കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. ഐഷു വളരെ സുന്ദരിയായി വരുന്നത് കണ്ട് ആശിഷ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് പോവുകയും അവർ ഒരുമിച്ച് ഡാൻസ് ചെയ്യാനായും തുടങ്ങി. ഇതേ നേരം വെള്ളം കൊണ്ടുപോകുന്ന ഒരാളുടെ ട്രേ തട്ടി ഐഷുവിൻ്റെ ഡ്രസ്സിലേക്ക് വെള്ളമാവുകയും അവളാണെങ്കിൽ ആശിഷിനോട് ഒരു ഫോട്ടോ എടുത്തു തരാമോ, ഡ്രസ്സ് മോശമായോ എന്ന് നോക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞതും അവനൊരു ഫോട്ടോ എടുത്തു കൊടുക്കുകയും ചെയ്തു. അത് നോക്കി ഐഷു ആണെങ്കിൽ ഫോൺ നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ എന്ന് പറയുകയും ആശിഷ് ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം നമുക്ക് ഒന്നിച്ചൊരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ നോക്കുന്ന സമയത്താണ് ഷബീർ അങ്ങോട്ടേക്ക് വരുന്നതും ആശിഷിന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിപ്പറിച്ച് കാണാൻ കൊള്ളാവുന്ന ഒരു ചെക്കനെ കണ്ടപ്പോൾ നിനക്ക് എന്നെ വേണ്ട അല്ലേ, ഈ വൺ സൈഡ് ലവിന്റെ വേദനയൊന്നും നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ നിർത്താതെ ഐഷുവിനെ ഷൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആശിഷിനാണെങ്കിൽ അത് കണ്ട് എന്താ ചെയ്യേണ്ടേ എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ബിൻഡോ ആണെങ്കിൽ നൈസായിട്ട് വന്ന് 2 ഡയലോഗും അടിച്ച് അവർ കാണാതെ ഷബീറിന്റെ കയ്യിൽ നിന്നും ആ ഫോണും എടുത്ത് ഹരിഹരസുധന്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു. ഹരിഹരസുധനാണെങ്കിൽ അവിടെ പ്ലേ ചെയ്തിരുന്ന മ്യൂസിക്കിന്റെ കേബിൾ അഴിക്കുകയും അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആശിഷിന്റെയും ഷബീറിന്റെയും അടുത്തേക്കായി. ഇതേ നേരം ഹരിഹരസുധനാണെങ്കിൽ ആ ഫോൺ ഹാക്ക് ചെയ്യുകയും വീണ്ടും മ്യൂസിക് പ്ലേ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ആൾക്കാരൊക്കെ ഡാൻസ് ചെയ്യാനായി തുടങ്ങി. ഇതേ നേരം ബിൻഡോ നൈസായിട്ട് പോയി ഫോൺ ഷബീറിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയും ഷബീർ ആ ഫോൺ ആശിഷിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് 2 ഡയലോഗും അടിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം അവർ പെട്ടെന്ന് തന്നെ അവിടുന്ന് മുങ്ങാനായി ശ്രമിക്കുകയാണ്. അതിനിടയിൽ ബിൻഡോയുടെ കയ്യിലുണ്ടായിരുന്ന അവന്റെ ചേട്ടൻ കൊടുത്തിരുന്ന ഒരു വാച്ച് അവിടെ വീണിരുന്നു. അതിൽ അവന്റെയും ചേട്ടന്റെയും ഒന്നിച്ചുണ്ടായിരുന്ന ഒരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അവരത് ശ്രദ്ധിച്ചില്ല. അതിനുശേഷം അവർ ആ ഫോണിലുള്ള പ്രകാരം അവന്റെ ചേട്ടനുള്ള ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവന്റെ ചേട്ടനുള്ളത് ഒരു ഫാക്ടറിയിലായിരുന്നു. അവരവിടെ എത്തിയതിനു ശേഷം അവിടെയാണെങ്കിൽ ഒരു കൂറ്റും ഗേറ്റും അതിനുള്ളിൽ കുറെ പട്ടികളും ഉണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഷബീർ ദൂരെ മാറി നിൽക്കുന്നത് ഐഷു കാണുന്നത്. ഐഷു അവന്റെ അടുത്തേക്ക് പോയി കാര്യം ചോദിച്ചപ്പോഴാണ് ഷബീർ ഒരു സങ്കടത്തോടെ ഒരു കാര്യം പറയുന്നത്. ഷിൻഡോ വെറും നാറിയാണ്. ഞാനല്ലേ നിന്നെ ആദ്യം കാണാനായി നിന്റെ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണ് ഡോക്ടറെ കാണുമ്പോൾ എൻ്റെ കൈയും കാലും വിറക്കുമായിരുന്നു. ഡോക്ടറോട് സംസാരിക്കുന്നതിനായി ഒരു ധൈര്യത്തിനായി കൂടെ വിളിച്ചതാണ് ഞാൻ ആ ഷിൻഡോയെ. പക്ഷെ നിങ്ങൾ തമ്മിൽ എന്തായി, സെറ്റായി, നിങ്ങൾ തമ്മിൽ ലവ് ആയി, ഞാൻ വെറും പൊട്ടനായി എന്നും പറഞ്ഞ് കരയുകയാണ്. അത് കേട്ട് നിന്ന് ഐഷുവിനാണെങ്കിൽ അവനോടൊരു സോഫ്റ്റ് കോർണറൊക്കെ തോന്നി തുടങ്ങി. ശേഷം അവനെ ആശ്വസിപ്പിച്ച് അങ്ങോട്ടേക്ക് കൂട്ടി പോകുന്ന സമയത്താണെങ്കിൽ നമ്മുടെ കൊറിയർ ബാബു ഹരിഹരസുധനും ആണെങ്കിൽ ആ പട്ടികളെയൊക്കെ വളരെ സ്നേഹിച്ചു മെരുക്കിയിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി നൈസായി ആ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് അവിടെ ഷിൻഡോയെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഷിൻഡോയെ കണ്ട ഉടനെ ഷബീർ ആണെങ്കിൽ നിന്റെ അനിയൻ നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്ന് അറിയോ എന്ന് ചോദിച്ച് അവന്റെ കാരണം നോക്കി ഒരു അടി കൊടുക്കുകയാണ്. കൂടാതെ ഐഷുവും ഞാൻ കൊടുത്ത മോതിരം നീ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുമല്ലേ എന്നും പറഞ്ഞ് അവന്റെ കാരണം നോക്കി ഒരടി കൂടി കൊടുത്തു. ഇതേ നേരം ബിൻഡോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ എലിജിബിൾ ബാച്ചിലർ എന്നുള്ള അഹങ്കാരം നിനക്ക് മാറിക്കിട്ടിയില്ലേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ അവരെ അന്വേഷിച്ച് ആശിഷ് ബൊപ്പനെയും ടീമും വരുന്നതിന് മുന്നേ അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഷിൻഡോ പറയുന്നത് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ എന്ന്. എല്ലാവരും കരുതിയത് അവൻ ഐഷുവിനോടുള്ള സ്നേഹം കൊണ്ട് ഐശ്വര്യ ബൊപ്പനെയും കൂട്ടിയിട്ട് പോവാമെന്ന് പറയുന്നു എന്നാണ്. എന്നാൽ സംഭവം അതൊന്നും ആയിരുന്നില്ല. അമേരിക്കയിലേക്ക് കൊണ്ടുപോവാമെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ നിന്നും 20 ലക്ഷം വാങ്ങിച്ചിരുന്നു. എന്നാൽ അവളാണെങ്കിൽ അവനെ പറഞ്ഞു പറ്റിച്ചു. ആ ക്യാഷ് തിരിച്ചു ചോദിക്കാൻ വേണ്ടിയാണ് ഷിൻഡോ കൂർഗിലേക്ക് പോയിരുന്നത്. എന്നാൽ ആശിഷ് ആണെങ്കിൽ അവനെ പിടിച്ച് കെട്ടിയിടുകയും ചെയ്തു.
ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആശിഷും ഗ്യാങ്ങും ആ ഫാക്ടറിയിലേക്ക് വന്നിരുന്നു. അവർ ബിൻഡോയുടെ വാച്ച് കണ്ട് കൂടാതെ അവിടെയുള്ള CCTV വിഷ്വൽസ് ഒക്കെ നോക്കിയപ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ആ ഫാക്ടറിയിലേക്ക് വന്നിരുന്നത്. അവിടെ വെച്ച് കുറെ ഡയലോഗൊക്കെ പറഞ്ഞതിന് ശേഷം രണ്ട് ഗ്യാങ്ങും തമ്മിൽ നല്ല അടി നടക്കുകയും അവസാനം കൊറിയർ ബാബുവും ടീമും കൂടി ആശിഷ് ബൊപ്പനെയും ടീമിനെയും അടിച്ചിടുകയും ആശിഷ് ബൊപ്പനെയെ പിടിച്ച് കെട്ടിയിടുകയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനായി പുറത്തു കടക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ബോർഡർ കടക്കാമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഷിൻഡോ വീണ്ടും ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ എന്ന് പറയുന്നത്. അത് കേൾക്കേണ്ട താമസം കൊറിയർ ബാബു ആണെങ്കിൽ ആകെ ദേഷ്യം വന്ന് നിന്നെ ചവിട്ടിക്കൂട്ടി വണ്ടിയിൽ ഇട്ടിട്ട് പോവാൻ എനിക്കറിയാമെന്ന് പറഞ്ഞതും ഷിൻഡോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. ക്യാഷ് എന്ന് കേട്ടതും ഷിൻഡോ പറയുന്നത് പോലെ കേൾക്കാൻ തന്നെ കൊറിയർ ബാബുവും തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും വീണ്ടും ആ കല്യാണ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഷിൻഡോയെ കണ്ടതും ഐശ്വര്യ ബൊപ്പനെ ആണെങ്കിൽ അവളുടെ ബ്രദർ അവനോട് അങ്ങനെയൊക്കെ ചെയ്തതിന് സോറി പറയുകയാണ്. അത് കേട്ട ഷിൻഡോ ഇറ്റ്സ് ഓക്കെ, എനിക്ക് എൻ്റെ ക്യാഷ് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞതും അവളുടെ ഭാവമൊക്കെ മാറി. നിനക്ക് നിന്റെ ക്യാഷും കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് നിന്റെ കേരളമല്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഷിൻഡോ ആണെങ്കിൽ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അവളെ ഹസ്ബൻഡിനെ ഹഗ് ചെയ്ത് വിഷ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ ഷിൻഡോ ആണെങ്കിൽ നമ്മൾ കരുതിയതിനേക്കാളും ഉടായിപ്പായതുകൊണ്ട് തന്നെ അവളുടെ കഴുത്തിലെ നെക്ലേസ് മോഷ്ടിച്ചായിരുന്നു ഇറങ്ങിയിരുന്നത്. അതാണെങ്കിൽ കൊറിയർ ബാബുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയും കടം വീടുകയും ചെയ്തു. അത് കണ്ട കൊറിയർ ബാബു ആണെങ്കിൽ ഒറിജിനൽ ആയോ മതി, നിന്റെ അല്ലേ ഫ്രണ്ട് എന്നും പറഞ്ഞ് അത് വാങ്ങി കഴുത്തിലിട്ടു. എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറേ പയ്യന്മാർ ബൈക്കിൽ വന്ന് അവരുടെ വണ്ടി തടഞ്ഞു നിർത്തുന്നത്. അത് കണ്ട് ബിൻഡോയ്ക്കാണെങ്കിൽ അവരുടെ ടാർഗറ്റ് ഞാനാണെന്നുള്ള കാര്യം മനസ്സിലായി. അവൻ ആദ്യം തല്ലിയ പയ്യനും ഗ്യാങ്ങുമായിരുന്നു അത്. എന്നാൽ കൊറിയർ ബാബു കൂടെയുള്ള ധൈര്യത്തിൽ ബിൻഡോ ആണെങ്കിൽ നൈസായി വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വളരെ ധൈര്യത്തോടെ മാസ് ഡയലോഗൊക്കെ അടിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് വന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് കൊറിയർ ബാബുവിനെ വിളിച്ചതും കൊറിയർ ബാബു ആണെങ്കിൽ ഇനി അടികൊള്ളാൻ വയ്യ എന്ന് ഓർത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടുകയും അത് കണ്ട് പേടിച്ചു പോയ ബിൻഡോയും ഗ്യാങ്ങും കൊറിയർ ബാബുവിന്റെ പുറകെ ഓടുകയും ചെയ്തു. ആ കാഴ്ച കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ കഥ എല്ലാവരും വളരെ രസകരമായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള നല്ല നല്ല സ്റ്റോറീസ് കേൾക്കുന്നതിനായി മല്ലോ വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.